ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മുടെ കേരള പോലീസും എക്സൈസുകാരും തമ്മിൽ ഭയങ്കരമായിട്ട് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇപ്പോൾ ലഹരിക്കെതിരായി ഭയങ്കരമായിട്ട് റെയ്ഡ് നടക്കുകയാണ്. അതിലിപ്പോൾ ഷൈൻ ടോം ചാക്കോ, ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ, ഇപ്പോൾ അവസാനം വേടനിലേക്ക് വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്കും ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കൊക്കെ ഒന്നും ഇല്ലാത്ത ഒരു പ്രിവിലേജ് സോഷ്യൽ മീഡിയയിൽ വേടന് കിട്ടുന്നുണ്ട്. അത് വേടനെതിരെ 2 കേസാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ വേടൻ്റെ വീട് റെയ്ഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം റെയ്ഡ് ചെയ്തപ്പോൾ 6 ഗ്രാം കഞ്ചാവ് കിട്ടി. അപ്പോൾ അത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അപ്പോൾ ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്ര ദിവസം അത് ഇവരെ എല്ലാവരെയും പിടിച്ചപ്പോൾ ഷൈൻ ടോം ചാക്കോയോ ശ്രീനാഥ് ബാസിയോ അല്ലെങ്കിൽ അഷ്റഫ് ഹംസയോ ആരെ പിടിച്ചപ്പോഴും ഖാലിദ് റഹ്മാനെ പിടിച്ചപ്പോഴും ഇല്ലാത്തൊരു പ്രിവിലേജ് വേടന് കൊടുക്കുന്നുണ്ട്. ഒരു ചട്ടക്കൂട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ചട്ടക്കൂട് എന്താണ്? ദളിതനായതുകൊണ്ടാണ്, താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ടാണ്, കറുത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചട്ടക്കൂട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണോ സത്യമായിട്ടും? അങ്ങനെയല്ലല്ലോ സത്യം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെയാണെങ്കിൽ ആളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ആളെ എല്ലാത്തിനും എതിർത്ത് സംസാരിക്കുന്ന ആളാണ്. ആളുടെ പാട്ടുകൾക്ക് ഒരുപാട് ഫാൻസ് ഉള്ളതാണ്. 2K കിഡ്സ് ഒരുപാട് ഫാൻസുകളുള്ളതാണ്. അങ്ങനെ എല്ലാം ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമാണ് വേടനെ. അപ്പോൾ വേടൻ തന്നെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തല്ലേ ചെയ്തത്. വേടൻ സ്റ്റേജിൽ പ്രസംഗിക്കാറുണ്ട്, ലഹരി ഉപയോഗിക്കരുത്, ലഹരി ഉപയോഗിച്ചാൽ നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു സമൂഹത്തിന് എന്താണ് ആൾ കൊടുക്കുന്ന മെസ്സേജ്? കാരണം വേടനെ അനുകൂലിക്കുന്നവരുണ്ട്, അനുകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വേടൻ ചെയ്യുന്ന പോലെ അനുകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇഷ്ടംപോലെ 2K കിഡ്സാണ് മെയിനായിട്ട്, അല്ലേ? അപ്പോൾ അയാൾ അതിനനുസരിച്ച് നമ്മളിപ്പോൾ സാധാരണപ്പെട്ട എന്നെ പോലെയുള്ള വേറെ ആരെ പോലെയുള്ള ആൾ നടക്കുന്നത് പോലെയല്ല, നമ്മളൊരു കാര്യം ചെയ്യുന്നത് പോലെയല്ല. വേടനെ പോലെയുള്ള ഒരാൾ ചെയ്യുമ്പോൾ വേടന് പിന്തുണ കിട്ടുന്നത് അത്രയും ആളുകൾ വേടനെ അനുകരിച്ചിട്ട് നടക്കുന്ന ആളുകളാണ്, അല്ലേ? അപ്പോൾ വേടൻ അതിനനുസരിച്ചിട്ട് ഒരവസരം പോലീസിന് കൊടുക്കാൻ പാടില്ലായിരുന്നു. എക്സൈസുകാർക്കാണെങ്കിലും ഒരവസരം കൊടുക്കാൻ പാടില്ല. വേടൻ അതിൽ പോയി വീണു. അപ്പോൾ ഇവരെല്ലാം ചെയ്ത അതേ സെയിം തെറ്റുകളാണ് വേടൻ ചെയ്തിരിക്കുന്നത്. അപ്പം പിന്നെ അറസ്റ്റ് ചെയ്യാതെ വേറെ എന്താ ചെയ്യുക? നമ്മളൊരു നാട്ടിൽ ജീവിക്കുന്ന സമയത്ത് ഈ നാട്ടിലെ നിയമം എന്താണ് അതിനനുസരിച്ച് ജീവിക്കുക വേണ്ടേ? ഇപ്പോൾ നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയി അവിടുത്തെ അനുസരിച്ച് തന്നെ ജീവിക്കണ്ടേ? അവിടുത്തെ നിയമത്തിനനുസരിച്ച് തന്നെ ജീവിക്കണ്ടേ? അതേപോലെ ഇവിടെ ഇത് ബാൻ ചെയ്തത് ഇത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് വീണ്ടും ലഹരി ഉപയോഗിച്ചിട്ട് മെസ്സേജ് കൊടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണെന്നും മനസ്സിലാകുന്നില്ല. അത് വേടനെ പോലെയുള്ള ഒരുപാട് ഫാൻസുകളുള്ള, കാരണം ലാലേട്ടൻ്റെ മമ്മൂക്കയ്ക്ക് പോലും ഇത്രയും ഫാൻസ് ഉണ്ടാവില്ല. ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് വന്നാൽ വേടന് അത്രയും ആളുകൾ ലാലേട്ടനും മമ്മൂക്കയും വന്നാൽ ഉണ്ടാവില്ല. അത്രയും ആളുകൾ ഫാൻസുകാരാണ്, അത്രയും ആളെ പിന്തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആണ്. അപ്പോൾ അത് അനുകരിച്ച് നടക്കുന്ന സമയത്ത് അതിന് ആര് സമാധാനം പറയും? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അല്ലാണ്ട് ദളിതനായതുകൊണ്ടോ കറുത്തവനായതുകൊണ്ടോ താഴ്ന്ന ജാതിക്കാരൻ അതൊക്കെ വെറുതെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു കവചം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഉണ്ടാക്കുന്നതിലൂടെ എന്താ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന ആളുകൾ എന്താ ഉദ്ദേശിക്കുന്നത്? അവരത്രയും താഴ്ന്നവരാണ്, അവരിനെ അങ്ങനെ ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അവരെ തരം താഴ്ത്തുകയാണ് ഈ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അവരങ്ങനെ തരം താഴ്ത്തേണ്ട ആളുകളല്ല. അങ്ങനെ താഴ്ത്തേണ്ട ആളുകളല്ല. അവരങ്ങനെ തരം താഴ്ത്തുന്നുമില്ല ആരും. അത് നിങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് പേര് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ കേസുള്ളത് ലാലേട്ടൻ്റെ ആനക്കൊമ്പ് കേസുമായിട്ട് താരതമ്യം ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് ഈ കഞ്ചാവ് കേസിന് ആളെ വിട്ടയച്ച സമയത്താണ് മാലയിൽ പുലിനഖം കണ്ടത്, പുലിപ്പല്ല് കണ്ടത്. അപ്പോൾ ആ പുലിപ്പല്ല് ജാമ്യമില്ലാത്ത വകുപ്പാണ്. അപ്പോൾ അറസ്റ്റ് ചെയ്തു. അപ്പോൾ എല്ലാവരും പറയുന്നത് ഇതിനു മുൻപ് മോഹൻലാലിന് ആനക്കൊമ്പ് കേസ് ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പോൾ എന്തുകൊണ്ട് മോഹൻലാലിനെ അറസ്റ്റ് ചെയ്തില്ല എന്ന് പറയുന്നത്. ഇത് രണ്ടും 2 കേസാണെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. കാരണം മോഹൻലാൽ 2011 മോഹൻലാലിൻ്റെ വീട്ടിൽ റെയ്ഡ് ചെയ്യുന്ന സമയത്ത് കണ്ടെടുത്താണ് ആനക്കൊമ്പ്. അപ്പോൾ മോഹൻലാൽ അവിടെ ഇല്ലായിരുന്നു. എന്നിട്ട് മോഹൻലാലിനെതിരെ കേസെടുത്തു. പക്ഷേ പുലിപ്പല്ല് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ആനയെ നമുക്ക് വീട്ടിൽ വളർത്താൻ ലൈസൻസ് കിട്ടും, അതിൻ്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടും. പുലിയെ നമുക്ക് അങ്ങനെ വളർത്താനുള്ള ഒന്നുമില്ല, മനസ്സിലായില്ലേ? ലൈസൻസ് കിട്ടില്ല, നമുക്ക് പുലിയെ അങ്ങനെ വളർത്താൻ പറ്റില്ല. അപ്പോൾ ആനയെ അങ്ങനെ ചെയ്യാം, അങ്ങനെ വളർത്താം, പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വളർത്താം, എന്ത് വേണമെങ്കിലും ചെയ്യുക നമുക്ക്. അപ്പോൾ ഈ ആനക്കൊമ്പ് മോഹൻലാലിന് ഗിഫ്റ്റ് കൊടുത്താണ് കൃഷ്ണകുമാർ എന്നൊരു വ്യക്തി. കൃഷ്ണകുമാറിൻ്റെ ആന, കൃഷ്ണൻകുട്ടി എന്ന ആന വർഷങ്ങൾക്ക് മുമ്പ് ചരിഞ്ഞ ആനയുടെ കൊമ്പാണ് ആ 2 കൊമ്പ്. അത് കൃഷ്ണകുമാർ എന്ന വ്യക്തി
ലാലേട്ടന് ഗിഫ്റ്റ് കൊടുത്തതാണ്. അപ്പോൾ ആ ഗിഫ്റ്റ് കൊടുത്തതിന് ആൾക്ക് ആനയുടെ ഓണർഷിപ്പ് അയാളുടെ പേരിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആനക്കൊമ്പും അയാൾക്ക് കൈവശം വയ്ക്കാവുന്നതാണ്. അപ്പോൾ ആ കൈവശം വെച്ചത് ലാലേട്ടനോടുള്ള ഇഷ്ടം കൊണ്ട്, താല്പര്യം കൊണ്ട് അത് ഗിഫ്റ്റായിട്ട് കൊടുത്തു. അപ്പോൾ എന്നിട്ടും ലാലേട്ടൻ അതിൽ 1-ാം പ്രതിയായി കേസെടുത്തിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് 1-ാം പ്രതിയായി കേസെടുത്തിരിക്കുകയാണ്. കേസെടുത്ത സമയത്ത് ഈ തെളിവുകളെല്ലാം കൊണ്ട് കൊടുത്തപ്പോൾ അത് നിലനിൽക്കില്ല. അപ്പോൾ ആ കേസ് നിലനിൽക്കില്ല എന്ന് മനസ്സിലായി ഗവൺമെൻറ്റും കൂടെ നിന്നു. കൂടെ നിന്നിട്ട് 2016 മോഹൻലാൽ തന്നെ നേരിട്ട് ആ ലൈസൻസ് എടുത്തു. ആളുടെ നിന്ന് ഡയറക്റ്റ് ലൈസൻസ് എടുത്തു. ആനക്കൊമ്പ് കൈവശം വയ്ക്കാനുള്ള ലൈസൻസ്, പൊസിഷൻ, ഓണർഷിപ്പ് കയ്യിൽ കിട്ടി. എന്നിട്ട് പോലും മോഹൻലാൽ ഇപ്പോഴും ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്ത് പ്രിവിലേജാണ്? മോഹൻലാലിന് പ്രിവിലേജ് കൊടുത്തു, വേടന് പ്രിവിലേജ് കൊടുത്തില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ലാലേട്ടൻ്റെ കേസും ഈ കേസും രണ്ടാണ്. പിന്നെ വേടനെ പോലെയുള്ളവർ ഈ കഞ്ചാവ് കേസിൽ പെടാൻ പാടില്ലായിരുന്നു. കാരണം ആളിനെ ടാർഗറ്റ് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നിങ്ങളത് വേടൻ മനസ്സിലാക്കേണ്ടത് നമ്മളൊന്നിലും പോയി പെടാൻ പാടില്ല. കാരണം വേടൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്തിനും സപ്പോർട്ട്, രാഷ്ട്രീയത്തിനെതിരായി സംസാരിക്കുന്നുണ്ട്, ജാതിക്കെതിരായി സംസാരിക്കുന്നുണ്ട്. അത് കേൾക്കാൻ ആളുകളും ഉണ്ട്, ഇഷ്ടം പോലെ ആളുകളുണ്ട്. മെയിനായിട്ട് ഇനിയിപ്പോൾ വേടൻ ചെയ്യുന്നതിന് അനുകരിച്ച് നടക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ വേടൻ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പെടരുത്. പിന്നെ പോലീസിൻ്റെ കയ്യിൽ കിട്ടിയാൽ അവരെങ്ങനെയെങ്കിലും ലോക്കാക്കാനേ നോക്കുള്ളൂ. അതിപ്പോൾ സാധാരണ ആൾക്കാരായാലും ശരി, ഹൈ പൊസിഷനിലുള്ളവരാണെങ്കിലും ശരി. ഹൈ പൊസിഷനിലുള്ളവർ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇപ്പോൾ ആറാട്ടണ്ണനടക്കം പിടിച്ച് അകത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു ആൾക്കാരാണെങ്കിൽ അകത്തിടുന്നില്ല. അപ്പോൾ ആറാട്ടണ്ണനെ പോലും അകത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലില്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിന് നമ്മൾ നിന്ന് കൊടുക്കാൻ പാടില്ലായിരുന്നു. വേടൻ നമ്മൾ സ്റ്റേജിലൊക്കെ സംസാരിക്കുന്ന ആളല്ലേ. മക്കളെ അത് ചെയ്യരുത്, ലഹരിയിൽ പെടരുത്, ലഹരി ചെയ്യരുത്, അച്ഛനമ്മയെ നോക്കണം, അതാണ് ചെയ്യണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആളല്ലേ വേടൻ. അപ്പോൾ അതിനനുസരിച്ച് നടക്കുന്നത് വേടൻ്റെ ഒരു കടമയല്ലേ. പിന്നെ വേടനെ അനുകൂലിച്ചും അനുകരിച്ചും നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നടക്കേണ്ടത് വേടൻ്റെ ചുമതലയായിരുന്നു. വേടൻ അത് ചെയ്തില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ് മറ്റുള്ളവരുടെ മേലെ പഴിചാരാതെ വേടൻ ചെയ്ത് തെറ്റ് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ വെറുതെ ലാലേട്ടനെ ടാർഗറ്റ് ചെയ്യുന്ന വേദി പോലും ലാലേട്ടനെയാണ് ഇവർക്കെല്ലാം ടാർഗറ്റ് ചെയ്യുന്നത്. കുറച്ച് ദിവസം മുൻപ് ഒരു പിക്ചർ കണ്ടു, അതിപ്പോൾ പറയാൻ പറ്റുമോ എന്നറിയില്ല. പിക്ചർ കണ്ടു. അതിൽ മമ്മൂക്ക ഒരു ഗ്ലാസ് ഒരു ചായ, കട്ടൻ ചായ കാലിൻ്റെ മുകളിൽ ചെരുപ്പിൻ്റെ അവിടെ വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ ലാലേട്ടൻ ഇരുന്നാൽ കഴിക്കുന്ന ഭക്ഷണം കാലിൽ വെച്ചു എന്ന് പറഞ്ഞിട്ട് ടാർഗറ്റ് ചെയ്യും. അതാണ് എന്തുകൊണ്ടാണ് ലാലേട്ടൻ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തതെന്ന് അറിയുന്നില്ല. അപ്പോൾ ഞാനത് ലാലേട്ടന് വേണ്ടി വാദിക്കുകയല്ല, ഞാൻ പറയുകയാണ്. ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് ഫുൾ വേടന് സപ്പോർട്ട്. വേടൻ നല്ല മനുഷ്യനാണ്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആൾക്ക് സപ്പോർട്ടുണ്ട്, ആൾ പറയുന്നതെല്ലാം കറക്റ്റ് കാര്യങ്ങളെല്ലാം ആണ്. പക്ഷേ വേടൻ ഇതിന് നിന്ന് കൊടുക്കാൻ പെട്ടുകൊടുക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും അത് നിൽക്കാൻ പാടില്ല. ഇങ്ങനത്തെ തെറ്റാണെന്ന് അറിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിയമം എങ്ങനെയാണ്, അപ്പോൾ ആ നിയമത്തിനനുസരിച്ച് ജീവിക്കുക. അതാണ് നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ചെയ്യേണ്ടത്. കറക്റ്റായിട്ട് എല്ലാ നിയമത്തിനനുസരിച്ച് ജീവിച്ചില്ലെങ്കിലും ഇതുപോലുള്ള ലഹരി കാര്യങ്ങളിലെല്ലാം ആയെങ്കിലും വേണം, അത് ചെയ്യണം. അതില്ലാതെ അവസാനം പിടിക്കുന്ന സമയത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ടാർഗറ്റ് ചെയ്യുകയാണ്, ജാതിയുടെ പേരിലാണ്, മതത്തിൻ്റെ പേരിലാണ് എന്നൊക്കെ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. മനസ്സിലായില്ലേ? അതാദ്യം എല്ലാവരും മനസ്സിലാക്കുക. ഓക്കെ, ബൈ, സീ യു.